ഹായ് ഗൈസ്, കഴിഞ്ഞ വീട്ടിൽ ഒരാളത് കമൻറ്റ് ഇട്ടാറ് 2,00,000 രൂപയുടെ അടിയിലൊരു ഗെയിമിംഗ് സ്പെക്ക് ആണെന്ന് പറഞ്ഞിട്ട് പി സിയുടെ. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ആ വീഡിയോ ചെയ്യാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ഇതിന് 2,00,000 ഒരു 1,68 തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഗെയിമിംഗ് സ്പെക്കാണെന്നാണ് പറയാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് പോകരുത്, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് വേറെ വല്ല സ്പെക്കോ അല്ലെങ്കിൽ ഗെയിമിൻ്റെ എക്സ്പീരിയൻസോ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏത് ഗെയിം കളിക്കാൻ എന്തൊക്കെ വേണം അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ അടുത്ത വീഡിയോ അത് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ കറക്റ്റ് വില എന്ന് വെച്ചാൽ 1,68,858 ഇതിൻ്റെ കറക്റ്റ് വില എന്ന് പറയുന്നത്. നമുക്കിനി പി സിയുടെ സ്പെക്കിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ പ്രൊസസ്സറായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇൻറ്റൽ കോർ i5 14 എന്നാണ് വരുന്നത് പ്രൊസസ്സറായിട്ട് വരുന്നത്. ഇതിൻ്റെ ഏകദേശം വില പറഞ്ഞത് 31,400 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. നല്ല അടിപൊളി പവർഫുള്ളായിട്ടൊരു പ്രൊസസ്സർ തന്നെയാണ്. എടുക്കണമെങ്കിൽ ഈ സാധനം എടുക്കുന്നത് 2,00,000 ബഡ്ജറ്റാണ് ഞാൻ ഈ പ്രൊസസ്സർ പറഞ്ഞത്. അടുത്തായിട്ട് വരുന്നത് നമ്മൾ മെയിനായിട്ടുള്ള ഗ്രാഫിക്സ് കാർഡായിട്ട് വന്ന RTX 4070 സൂപ്പർ 12 GB എന്ന് പറഞ്ഞ ഗ്രാഫിക്സ് കാർഡാണ്. അടിപൊളി ഗ്രാഫിക്സ് കാർഡ്, പവർഫുള്ളായിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ്. നമുക്കിനി അടുത്തതിലേക്ക് പോകാം. മദർ ബോർഡ് MSI മദർ ബോർഡാണ്. ഈ മദർ ബോർഡ് വരുന്നത് 26,000 രൂപയാണ് ഇതിൻ്റെ മദർ ബോർഡ്. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള മദർ ബോർഡാണ്. 2,00,000 സ്പെക്ക് ഓർമ്മയാണ് ഈ മദർ ബോർഡ് പിടിച്ചത്. ഇനി ഇതിൽ നമുക്ക് 5G സപ്പോർട്ടൊക്കെ ഉണ്ട്. 12th Gen 13th 14th Gen പ്രൊസസ്സറിലൊക്കെ നമുക്കത് ഇൻ്റലിൻ്റെ ഇതിലൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി അടുത്ത ഇതിലേക്ക് പോകാം. ഇനി പറഞ്ഞാൽ റാം 2,00,000 32 GB ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. കോർസയർ 32 GB റാമാണ് എടുക്കാൻ പോകുന്നത്. DDR4 ആണ് റാം. നമുക്കിനി അടുത്ത ഇതിലേക്ക് പോകാം. ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ കൂളറാണ്. കൂളർ LE720 കൂളറാണ് വരുന്നത്. 7,490 2,00,000 നമ്മൾ ഇമാതിരി കൂടിയ കൂളറൊക്കെ എടുക്കുന്നത്. അടുത്തായിട്ട് എഴുതുന്നത് വെച്ചാൽ 750 വാട്ട്സ് PSU ആണ്. കോർസയറിൻ്റെ PSU ആണ്. അത്യാവശ്യം നല്ല അടിപൊളി PSU തന്നെയാണ്. ഇതിൻ്റെ വിലയായിട്ട് വരുന്നതെന്ന് വെച്ചാൽ 10,200 തോന്നുന്നു. 10,000 എന്തായാലും ഇതിൻ്റെ വിലയായിട്ട് വരുന്നതെന്ന് വെച്ചത്. അടുത്തതിലേക്ക് പോകാം. ക്യാബിൻ ഞാൻ നേരത്തെ പീസുള്ളിയാണ് വീഡിയോ ഇട്ടതുപോലെ തന്നെ ക്യാബിൻ ഷോപ്സിൽ പോയി ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ഷോപ്പിൽ നല്ല അടിപൊളി ക്യാബിൻ സെറ്റ് നല്ല രീതിയിൽ പറയുന്നതേ ഉള്ളൂ. 6,150 രൂപയാണ് ഇതിലെ ക്യാബിൻ്റെ പ്രൈസ് ആയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ. സ്റ്റോറേജ് 1 GB ആണ്. 24,999 രൂപയാണ് ഇതിൻ്റെ സ്റ്റോറേജ് ആയിട്ട് വരുന്നത്. 1 TB സ്റ്റോറേജാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത്. സോറി ഗൈസ്, എനിക്ക് ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ ഇതിൽ നേരത്തെ മറ്റേ സ്റ്റോറേജ് ഇതിൽ കൂട്ടിയിരുന്നില്ല. ഞാൻ ഇപ്പോഴാണ് ഇതിൽ സ്റ്റോറേജും കൂടെ കൂട്ടിയത്. അപ്പം 1,68,000 അല്ല, 2,04,000 ആവും. എന്തായാലും 2,04,000 നിങ്ങൾക്ക് വേണമെങ്കിൽ PSU കുറയ്ക്കാവുന്നതാണ്. ഈ 10,000 PSU 20,000 മദർ ബോർഡും വേണമെന്നില്ല. അതിന് പകരമായിട്ട് ഞാൻ ഇവിടെ ഒരു അത്യാവശ്യം നല്ലൊരു മദർ ബോർഡിനോട് കൊടുത്തേക്ക്. ബോർഡ് അല്ലെങ്കിൽ ഗൈസ് മദർ ബോർഡും PSU കയറിയിട്ട് അതൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അത്ര രൂപയ്ക്ക് വേണം. ഇത് ഇത്ര സ്പെക്കാകുമ്പോൾ നമ്മളിപ്പോൾ തൽക്കാലത്തിൽ കൂളർ മാറ്റി പിടിച്ചിട്ടുണ്ട്. പറഞ്ഞ കൂളർ കുറച്ച് ആഡംബരമായിട്ട് എന്ന് വിചാരിച്ചാൽ അത്രയും വിലയ്ക്കുള്ള കൂളറൊക്കെ ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ കൂളർ എന്ന് വെച്ചാൽ 5,455 രൂപയ്ക്ക് ഒതുക്കാൻ പറ്റുന്ന കൂളറാണ്. അത്യാവശ്യം നല്ലൊരു കൂളർ തന്നെയാണ് ഇത്. മറ്റേ കൂളറുകൾ തന്നെ ഒരു അടിപൊളി കൂളറാണ്. നമ്മൾ പ്രൈസ് നേരെ 1,60 2 അതേ നേരെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ 1,98,585 രൂപയാണ് ഇപ്പം നമ്മുടെ കറക്റ്റ് പ്രൈസ്. 2,00,000 താഴെ. അപ്പം നേരത്തെ കൂളറിന് പ്രൈസ് ഞാൻ കുറച്ച് കുറച്ചതേ ഉള്ളൂ. വേറെ നിങ്ങൾക്ക് വലിയ സ്പെക്കോ അല്ലെങ്കിൽ ഗെയിമിൻ്റെ FPS ഈ സ്പെക്ക് വെച്ചിട്ട് FPS അല്ലെങ്കിൽ വേറെ സ്പെക്ക് വെച്ചിട്ട് FPS താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ അതൊക്കെ ചെയ്യുന്നതായിരിക്കും. വേറെ സ്പെക്കോ ആണെങ്കിലും താഴെ കമൻറ്റ് ചെയ്താൽ ബഡ്ജറ്റ് പറഞ്ഞാൽ ഞാൻ അതേപോലെ ചെയ്തു തരുന്നതായിരിക്കും. ഇത് ഒരു പുള്ളിയിലെ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ കമൻറ്റ് കണ്ടിട്ട് ചെയ്ത വീഡിയോ ആണ്. എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് വല്ലതും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. താങ്ക്സ് ടു ഓൾ. എല്ലാവരും കണ്ടത് ഞാൻ പോണേണ്.